ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സഹകരണാത്മക ഫെഡറലിസം ഇന്ന് വലിയൊരു വെല്ലുവിളിയാണ് നേരിടുന്നത്. പ്രത്യേകിച്ചും കേരളം പോലുള്ള വികസിത സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ അധികാരങ്ങൾ കേന്ദ്രത്തിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകുന്നു. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ വരുത്തിയ വലിയ വെട്ടിക്കുറയ്ക്കലുകൾ, GST നഷ്ടപരിഹാരം നിർത്തലാക്കൽ, കേന്ദ്ര നികുതി വിഹിതത്തിലെ കുറവ് എന്നിവ കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക മേഖലകളെ തളർത്തുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. സംസ്ഥാനങ്ങൾ തങ്ങളുടെ വികസന ആവശ്യങ്ങൾക്കായി വിപണിയിൽ നിന്ന് പണം കടമെടുക്കുന്നത് സാധാരണമായ ഒരു പ്രക്രിയയാണ്. ഭരണഘടനയുടെ 293 അനുച്ഛേദനം അനുസരിച്ച് ഇതിന് കേന്ദ്രത്തിന്റെ അനുമതിയും ആവശ്യമാണ്. എന്നാൽ ഈ അനുമതിയെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേരളം നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടി കിഫ്ബി, കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് തുടങ്ങിയ ഏജൻസികൾ എടുക്കുന്ന വായ്പകളെ സംസ്ഥാനത്തിന്റെ പൊതുവായ്പയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയതാണ്. മുൻപ് ഇത്തരം വായ്പകൾ ഓഫ് ബഡ്ജറ്റ് ബൊറോയിങ്സ് ആയിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇവയെ സംസ്ഥാനത്തിന്റെ നേരിട്ടുള്ള കടമായി കേന്ദ്രം പ്രഖ്യാപിച്ചതോടെ കേരളത്തിന്റെ ഈ വർഷം മാത്രം ഏകദേശം 5,944 കോടി രൂപയുടെ വായ്പ കുറവാണ് സംഭവിച്ചത്. ഇത് വികസിത പദ്ധതികളുടെ വേഗതയെ സാരമായി ബാധിക്കുന്നു. സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധി നിശ്ചയിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ഇരട്ടത്താപ്പും ഗൗരവകരമാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഓരോ വർഷവും വിപണിയിൽ നിന്ന് കടമെടുക്കുന്നത്. എന്നാൽ ഈ തുക കേന്ദ്ര സർക്കാരിന്റെ മൊത്തം കടമായി കണക്കാക്കാറില്ല. കേന്ദ്ര ഏജൻസികൾക്ക് ബാധകമല്ലാത്ത നിയമം സംസ്ഥാന ഏജൻസികൾക്ക് മാത്രം ബാധകമാകുന്നത് ഫെഡറൽ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വിപ്ലവം സൃഷ്ടിച്ച കിഫ്ബിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ആരോപിക്കുന്നതും വെറുതെയല്ല. GST നടപ്പിലാക്കിയതോടെ സംസ്ഥാനങ്ങൾക്ക് നികുതി നിശ്ചയിക്കാനുള്ള അധികാരം ഏതാണ്ട് പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഉപഭോഗം കൂടുതലുള്ള കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ വരുമാന നഷ്ടം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നതിനാൽ 5 വർഷത്തേക്ക് നഷ്ടപരിഹാരം നൽകാമെന്ന് കേന്ദ്രം ഉറപ്പ് നൽകിയിരിക്കുന്നു. എന്നാൽ ഈ നഷ്ടപരിഹാര കാലാവധി അവസാനിച്ചതോടെ കേരളത്തിന് പ്രതിവർഷം 12,000 കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് ഉണ്ടാകുന്നത്. GST വിഹിതം വിതരണം ചെയ്യുന്നതിലെ കാലതാമസവും സംസ്ഥാനത്തിന്റെ പണലഭ്യതയെ ബാധിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ പിരിക്കുന്ന നികുതിയുടെ വിഹിതം സംസ്ഥാനങ്ങൾക്ക് വിഭജിച്ച് നൽകുന്നതിൽ കേരളത്തോടുള്ള വിവേചനം പകൽ പോലെ വ്യക്തമാണ്. ധനകാര്യ കമ്മീഷണറുകളുടെ മാനദണ്ഡങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ കേരളത്തിന് വലിയ തിരിച്ചടിയാണ്. മുൻപ് കേന്ദ്ര നികുതി വിഹിതത്തിൽ കേരളത്തിന് 3.8% ലഭിച്ചിരുന്നിടത്ത് ഇപ്പോൾ അത് 1.9% കുറഞ്ഞു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ വിഹിതം നൽകുമ്പോൾ മികച്ച രീതിയിൽ വികസനം നടപ്പിലാക്കിയ കേരളത്തിന് ലഭിക്കുന്ന വിഹിതം പകുതിയായി വെട്ടിക്കുറച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം, ജനസംഖ്യാ നിയന്ത്രണം എന്നീ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളെയാണ് കേന്ദ്രം യഥാർത്ഥത്തിൽ ശിക്ഷിക്കുന്നത്. ജനസംഖ്യ കുറച്ച സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് കുറയ്ക്കുക എന്ന നയം കേരളത്തിന് വിനയായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ 60 ലക്ഷത്തോളം സാധാരണക്കാർക്ക് ലഭിക്കുന്ന പ്രതിമാസം 1,600 രൂപയുടെ ക്ഷേമ പെൻഷൻ സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയാണ്. ഈ പെൻഷൻ വിതരണം തടസ്സപ്പെടുത്തുന്ന വിധത്തിലാണ് കേന്ദ്രത്തിന്റെ ഇടപെടലുകൾ. പെൻഷൻ കമ്പനിയുടെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുന്നത് വഴി പെൻഷൻ കൃത്യമായി നൽകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇത് ജനങ്ങൾക്കിടയിൽ സർക്കാരിനെതിരെ വികാരം ഉണ്ടാക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനക്ഷേമ പദ്ധതികളെ അനാവശ്യ ചിലവുകൾ എന്ന് കേന്ദ്രം മുദ്ര കുത്തുമ്പോൾ അത് വലിയൊരു വിഭാഗം ജനങ്ങളുടെ പട്ടിണിയിലേക്ക് വഴി തുറക്കും. സംസ്ഥാനങ്ങൾക്ക് നൽകി വന്നിരുന്ന റവന്യൂ കമ്മി ഗ്രാന്റിലും കേന്ദ്രം വലിയ കുറവ് വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ലഭിച്ചിരുന്ന തുകയുടെ പകുതി പോലും ഈ വർഷം കേരളത്തിന് അനുവദിച്ചിട്ടില്ല. ഇത് സംസ്ഥാനത്തിന്റെ ദൈനംദിന ചിലവുകളായ ശമ്പളം, പെൻഷൻ എന്നിവ നൽകുന്നതിനെ പോലും ബാധിക്കുന്നു. റവന്യൂ കമ്മി ഗ്രാന്റ് ഘട്ടം ഘട്ടമായി നിലനിർത്താനുള്ള കേന്ദ്രത്തിന്റെ നീക്കം കേരളം പോലുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള സംസ്ഥാനങ്ങളെ തളർത്തും. കേരളത്തിലെ LDF സർക്കാരിന്റെ ജനകീയ വികസന മാതൃകയെ തകർക്കാനാണ് BJP നയിക്കുന്ന കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിച്ചു പറയുന്നു. സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നതിലൂടെ സംസ്ഥാനത്തിന്റെ വികസന വേഗത കുറയ്ക്കാനും അതുവഴി ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കാനുമാണ് ഇത്തരം നീക്കങ്ങൾ ലക്ഷ്യമിടുന്നത്. കേരളത്തിന് അർഹമായ ഫണ്ടുകൾ തടഞ്ഞു വെക്കുന്നതിലൂടെ ഒരു സംസ്ഥാനത്തിന്റെ മൊത്തം വികസനത്തെയുമാണ് കേന്ദ്രം തുരങ്കം വെക്കുന്നത്. ഇത്രയേറെ സാമ്പത്തിക വെല്ലുവിളികൾ നേരിട്ടിട്ടും കേരളം പിടിച്ചു നിൽക്കുന്നത് കൃത്യമായ ആസൂത്രണം കൊണ്ടാണ്. ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. നികുതി പിരിവ് കാര്യക്ഷമമാക്കാനും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും ശ്രമിക്കുന്നു. എങ്കിലും ഭരണഘടനാപരമായ അവകാശങ്ങൾക്കായി സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള നിയമ പോരാട്ടങ്ങളിലേക്ക് സംസ്ഥാനത്തിന് നീങ്ങേണ്ടി വന്നു. ഇത് ഇന്ത്യൻ ഫെഡറൽ ചരിത്രത്തിലെ അപൂർവമായ ഒന്നാണ്. കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി കേവലം സംസ്ഥാനത്തിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് രാജ്യത്തിന്റെ സംസ്ഥാനങ്ങളുടെ അധികാരത്തെക്കുറിച്ചുള്ള വലിയൊരു സംവാദമാണ്. കേന്ദ്രത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വയംഭരണത്തെ തകർക്കുന്നു. ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ അടിത്തറയെ തന്നെ ദുർബലമാക്കുന്നു. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളെ തകർക്കാൻ അനുവദിക്കില്ലെന്നും പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ട് പോകുമെന്നുമാണ് സംസ്ഥാനത്തിന്റെ ഉറച്ച നിലപാട്. കേന്ദ്രം ഈ ശത്രുതാപരമായ സമീപനം വെടിഞ്ഞ് സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണ്.